നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂസഫിന് കുക്കിംഗ് അറിയോ? ചെറുതായിട്ടൊക്കെ അറിയാം. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ വർഷത്തെ എക്സ്പീരിയൻസ് അറിയാം. പലരും റെസ്റ്റോറൻറ്റ് നടത്തുന്നവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ പണിക്കാരോടൊപ്പം പണി അറിഞ്ഞിരിക്കണം. ഒരാൾക്കൊരു ദിവസം അതുകൊണ്ടാണ് ഞാനും 20 വർഷത്തോളമായി ഈ ഫീൽഡിൽ, 20 വർഷമായി റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ. അപ്പോൾ കുറച്ചൊക്കെ അറിയാവുന്ന, ശരിക്കും അറിയാവുന്നത് അല്ലേ? തീർച്ചയായും. ആക്ച്വലി യൂസഫിന് ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ സീറോ ആണ്. കുക്കിങ്ങും ഇതൊന്നും. ഞാൻ ജോൺസൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ്, ജോൺസൻ്റെ ബേബി പ്രൊഡക്ട്സിൻ്റെ. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത് കുറച്ചായിട്ട്. അപ്പോൾ യൂസഫ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ യൂസഫിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഹോട്ടൽ ഫീൽഡിലേക്ക് തിരിഞ്ഞത്. യൂസഫായിട്ട് നേരത്തെ പരിചയമുണ്ടല്ലോ. നിങ്ങൾ വലിയ മാഹി തലശ്ശേരി വലിയ ദൂരമൊന്നും ഇല്ല. തീർച്ചയായും. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് വരുന്നത്? 1977 April 4. നല്ല ഓർമ്മയാണ്. അതെ, തീർച്ചയായും. അന്ന് വരുമ്പോൾ ഞാൻ 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് അങ്ങനെ ബോംബെയിൽ എത്തുമ്പോഴേക്ക് എൻ്റെ കോലെല്ലാം കറുത്ത്, കാരണം ട്രെയിൻ അന്ന് ഡീസലല്ലായിരുന്നു, കൽക്കരി ഇട്ടിട്ട്. അപ്പോൾ കറുത്തിട്ട് അങ്ങനെ ഒരു വികൃതമായി പോയിരുന്നു. അങ്ങനെ 3 ദിവസം അവിടെ നിന്ന്, അവിടെ ഈ ഫോർമാലിറ്റീസൊക്കെ കഴിയാൻ 2-3 ദിവസം. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവർ വരുമ്പോൾ ദോഹയിലാകെ പറയത്തക്ക ബിൽഡിംഗ് ആയിട്ടൊന്നുള്ള ഗൾഫ് ഹോട്ടൽ മാത്രമാണ്. അതിന്ന് ഏറ്റവും ചെറിയ ബിൽഡിംഗ് ആണ്. അന്നാണ് ഏറ്റവും കൂടുതൽ വലിയ ബിൽഡിങ്. പിന്നെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. നമ്മളെ മുമ്പിൽ നിന്നാണ് ഖത്തർ പുരോഗമിച്ചു വരുന്നത്. ഈവൻ ഖത്തർ എക്സ്പാൻഡ് ചെയ്യുന്ന പോലും, അതായത് ഈ കോർണിഷ് ആ ഭാഗങ്ങളെല്ലാം വെള്ളമായിരുന്നു. അവിടെ എല്ലാം വന്നിട്ട് നിർത്തിയതും എല്ലാം. അപ്പം കറണ്ടും വെള്ളവും ഇല്ലാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയ ദിവസങ്ങളുണ്ട്. പള്ളിയിൽ പോയിട്ട് പിന്നെ നമ്മൾ കുളിക്കുക ഇതാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കൂടുതൽ ശല്യമായതുകൊണ്ട് പള്ളി ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മൾ കടലിൽ പോയിട്ട് നിത്യവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ജോലിയിൽ 3ാമത്തെ ദിവസം മോഡേൺ ഹോം എന്ന് പറഞ്ഞാൽ അവിടെ കാഷ്യറായി ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ടൊയോട്ടയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഈ 3-4 വർഷം അങ്ങനെ കഴിഞ്ഞ് പിന്നെ 86 മുതലാണ് ജോൺസണിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അതെ. ആക്ച്വലി നമ്മൾ 6 ബ്രദേഴ്സാണ്. ഞാൻ എല്ലായിരുന്നു വരേണ്ടത്. പക്ഷെ എന്നെ അവിടെ നിന്ന് ചവിട്ടി കയറ്റിയതാണ്. കാരണം എൻ്റെ വികൃതി കൊണ്ട്. കാരണം രാഷ്ട്രീയ ഇതെല്ലായിട്ട് അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേർന്നപ്പോൾ പൊളിറ്റിക്സിലേക്ക് അങ്ങ് ഇൻവോൾവ് ആയി. അപ്പം ഉമ്മ ബ്രദേഴ്സിന് എഴുതി അവനെ ഉടനെ അങ്ങോട്ട് അല്ല, അന്ന് MSFിലായിരുന്നു പ്രവർത്തിച്ചത്. പിന്നീട് ഞാൻ അത് പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ കോൺഗ്രസ്സിലേക്ക് ആകർഷകമായി. അങ്ങനെ ഇപ്പോൾ ഞാൻ കണ്ണൂർ ജില്ല ഇൻഗാസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റിയുടെ കൾച്ചറൽ വിങ് കൺവീനറാണ്. പിന്നെ മായി കമ്മിറ്റി, അങ്ങനെ കുറേ കമ്മിറ്റികളൊക്കെ പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂസഫ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത്? 10 വർഷം ജൂനിയറാണ്. 87 ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ ശരിക്കും പറയാം? അക്കാലത്ത് ഗൾഫായിരുന്നു ശരിക്കും. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകണമെന്നായിരുന്നു. ആണോ? എവിടെയാണ് നാട്ടിൽ പഠിച്ചതൊക്കെ? തലശ്ശേരിയാണ്. അപ്പോൾ അന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രദേശാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് വന്നിട്ട് ഇവിടെ വന്നിട്ട് 87 വന്നിട്ട് ആദ്യം ചെയ്ത എന്തായിരുന്നു? കമ്പനിയിൽ ജോലി ചെയ്തു. എന്തായിട്ട് ജോലി ചെയ്തു? കാറ്ററിംഗ്. ആദ്യമേ കാറ്ററിംഗ് ആണുള്ളത്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാധീനം അല്ലേ? കാറ്ററിംഗിൽ ജോലി ചെയ്ത്. അപ്പോൾ ആ കാറ്ററിംഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് വർക്ക് ചെയ്തപ്പോൾ? അവിടെ ഇങ്ങനെ സ്റ്റോറിൻ്റെ ഇൻചാർജൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയായി. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? അവിടെ 10 വർഷത്തോളം വർക്ക് ചെയ്തു. 10 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിസിനസ്സിലോട്ട് നടക്കുന്നത്. ഇവിടെ അഹദ് പറഞ്ഞ പോലെ വേറെ വല്ല കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണ്? കൾച്ചറൽ ആക്ടിവിറ്റീസിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇൻവോൾവ് അല്ല. സമയമില്ല. ബിസിനസ്സാണ്. പക്ഷെ അഹദ് നേരെ വിപരീതമാണ്. കാരണം ബിസിനസ്സിനോടൊപ്പം സമയമുണ്ട്. കാരണം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നില്ല. അപ്പം സമയം ധാരാളം ഷെയർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ തന്നെയാണ് പഠിക്കുന്ന മുതൽ അങ്ങനെ പൊളിറ്റിക്സ് ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോഴും എനിക്ക് അടക്കി വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ സജീവമായിട്ടുണ്ടാകുന്നത്. ഇവിടുത്തെ ദോഹയിലെ ഒരു അന്തരീക്ഷം എന്ത് തോന്നുന്നു? അന്ന് കണ്ട കാലഘട്ടം ഉണ്ടല്ലോ, വരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞല്ലോ. 77 വരുമ്പോൾ പിന്നെ ആ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡെവലപ്മെന്റ് ആയത് ഏത് സമയത്താണ്? അതായത് 76 മുതൽ 85 വരെയുള്ള അത് ശരിക്കും ഖത്തറിൻ്റെ ഡെവലപ്മെന്റ് കാലാവധിയാണത്. ശരിക്കും നന്നായിട്ട്, അതായത് നല്ല ഗ്രോത്ത് ആയിരുന്നു ആ സമയത്ത്.
പിന്നെന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ അന്നെല്ലാം ഞാൻ വരുമ്പോഴേക്ക് അറബികളൊക്കെ റുബിയ എന്നാണ് പറയുന്നത്. റുബിയ, അണ, ഇതൊക്കെ കാരണം ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കൺവേർട്ട് ആയിട്ട് ആ ഹാബിറ്റ് അവരത് ഇങ്ങനെ മറന്ന് ആ ഓർമ്മകൾ ഇങ്ങനെ അവർ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇവിടെ റിയാൽ പോയിട്ടും അതിന് റുപ്പിയ എന്ന ഖത്തർ റിയാൽ എന്ന് വാഹിദ് റുബിയ, റുബാണ, അതായത് 25 ദിർഹമിന് റുബാണ, വാഹിദ് റുപ്പിയ, അറബികളെല്ലാം പറയുന്നതാണ് അത്. അതിപ്പോൾ അടുത്താണ് അത് ചേഞ്ച്, ആ ഹാബിറ്റ് ചേഞ്ച്, ആ തലമുറ മനുഷ്യരാണ് ഹാബിറ്റ് ചേഞ്ച് ആയി വന്നത്. അപ്പോൾ അന്നൊക്കെ ഖത്തറിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ എപ്പോഴും ഇൻട്രാക്ഷൻ ഉണ്ടാവും, എപ്പോഴും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം. നമ്മളൊക്കെ എല്ലാ ആഴ്ചയും വീക്കെൻഡിൽ കൂടും. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, കളികളുണ്ടാവും, ഫുട്ബോൾ, വോളിബോൾ, ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം പിന്നെ ആൾക്കാർ കൂടി വന്നു. അന്ന് ഫാമിലി വളരെ കുറഞ്ഞ ഫാമിലികളുണ്ടായിരുന്നു. ഫാമിലികളൊക്കെ തമ്മിൽ വളരെ അടുപ്പവും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്കാർ കൂടി വന്നപ്പോൾ പിന്നെ ആൾക്കാർ ഒരുതരം കാശിന് വേണ്ടിയുള്ള ഓട്ടായി. അപ്പം ബന്ധങ്ങൾ പരസ്പരം വില കുറഞ്ഞു. പിന്നെ വാല്യൂ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഒരുതരം ജനങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു ത്വര അത് കൂടി വന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഇല്ല, അതിൽ പലരും അങ്ങനെ അതിലങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ പലരും ഇവിടെ ഫാമിലി ഇല്ലാതെ ജീവിച്ച ആൾക്കാർക്കൊന്നും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കാശ് കുറേ ഉണ്ടാക്കി, പക്ഷേ തിരിച്ചവർ പോകുന്ന പല അസുഖങ്ങളുമായിട്ടായിരിക്കും നാട്ടിൽ. അപ്പം അവർ അക്സെപ്റ്റ് ചെയ്യാൻ ഫാമിലി ഇഷ്ടപ്പെടുന്നില്ല. അവർ വിചാരിച്ച പോലത്തെ റിട്ടേൺസ് ഫാമിലിയിൽ നിന്ന് കിട്ടൂല. അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ഒരുതരം യാതനയിൽ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഏജ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട് മലയാളികൾ, അല്ലേ? ഖത്തർ UAE ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഖത്തറിൽ വന്നിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നത്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഖത്തറിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ജീവിക്കാൻ വളരെ സുഖമാണ്, വളരെ സുഖമാണ്. യൂസുഫിന്റെ അഭിപ്രായത്തിൽ എന്താണ്? വളരെ സുഖമാണ് ആണല്ലേ?